ശശി തരൂരിനെ കുറിച്ചുള്ള വിശേഷണം പ്രേക്ഷകർ ഓർമ്മിക്കുന്നത് തറവാടി നായർ എന്നുള്ള വിശേഷണമാണ്. ഒരു ലക്ഷണമൊത്ത തറവാടി നായർ എങ്ങനെയാണോ അവസരങ്ങൾക്കൊത്ത് പെരുമാറുന്നത്, അതേപോലെ തന്നെ വളരെ കൃത്യമായി തന്ത്രപരമായിട്ട് തന്നെയാണ് നീക്കം. ഒരു കോൺഗ്രസ് പാർട്ടിയുടെ വാർപ്പ് മാതൃകയിൽ ഒതുക്കാൻ പറ്റുന്ന നേതാവേ അല്ല ശശി തരൂർ. നമ്മളൊക്കെ ആദ്യം കരുതി വി കെ കൃഷ്ണമേനോൻ എന്ന് പറയുന്ന വളരെ എൻലൈറ്റൻഡായ ഒരു കോൺഗ്രസ് നേതാവിനെ പോലെ ഒരു പബ്ലിക് ഇൻ്റലക്ച്വലായി അന്തർദേശീയ വേദികളിലൊക്കെ ഇന്ത്യയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവായിട്ടാണ് ശശി തരൂരിനെ. ഞാനിപ്പോഴും ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഒരു കാപട്യമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഒരു നെഹ്റുവിയൻ സെക്യുലറിസ്റ്റായ, ഒരു കൃത്യമായി ലിബറൽ പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരു പ്രൊഫഷണലായ കരിയറിസ്റ്റായ ഒരു പൊളിറ്റീഷ്യൻ ടേൺഡ് ബ്യൂറോക്രാറ്റാണ് ശശി തരൂർ. പക്ഷേ അവിടുത്തെ പ്രശ്നം, നിങ്ങളിലുള്ളത് പൊളിറ്റീഷ്യനാണോ അതല്ല കരിയറിസ്റ്റായൊരു ഒരു പ്രൊഫഷണലാണോ എന്ന ചോദ്യത്തിന് ശശി തരൂർ നൽകുന്ന ഉത്തരം, ഞാൻ പൊളിറ്റിക്സിനെ ഒരു കരിയറായി തന്നെ സമീപിക്കുന്നയാളാണ് എന്നാണ്. അങ്ങനെയാണ് ശശി തരൂരിനെ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുക. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പ്രവർത്തക സമിതി അംഗത്തിൻ്റെ വായിൽ നിന്ന് വരാവുന്ന വാക്കുകളാണോ നമ്മൾ നേരത്തെ ജിമ്മി പറഞ്ഞ 2015 സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങി താഴോട്ട് ഇങ്ങോട്ടുള്ള 3-4 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എന്താണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം നരേന്ദ്രമോദിയെ നഖശികാന്തം എതിർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇന്ത്യയുടെ തെക്കുവടക്ക് നടക്കുമ്പോഴാണ് ഇതേ പ്രവർത്തക സമിതി അംഗം നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നത്. കാര്യങ്ങൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന രീതി അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. മോദിയുടെ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കല്ല. എല്ലാ സമയത്തും മോദിയെ വിമർശിക്കേണ്ടതില്ല. നോക്കൂ, ഇങ്ങനെ പറയുന്നൊരു പ്രവർത്തക സമിതി അംഗത്തിൻ്റെ പാർട്ടിയിലെ എം പിമാർ എങ്ങനെയാണ് പാർലമെൻറ്റിനുള്ളിൽ പോയി മോദിയെ നേരിടാൻ പോവുക? അവിടെ പാർട്ടി ഉള്ളിൽ നിന്ന് തന്നെ ദുർബലനാക്കുന്ന ഒരു നേതാവിനെ കാണാൻ കഴിയുക. മാർച്ച് 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായ ഊർജ്ജസ്വലതയും ചലനാത്മകതയുമുള്ള മനുഷ്യനാണ് എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടിയിലെ വർക്കിംഗ് സമിതി അംഗമാണ് എന്നത് ഓർമ്മിക്കണം. പ്രധാനമന്ത്രിയുടെ വിദേശ നയം ശ്രദ്ധേയവും മാതൃകാപരവുമാണ് എന്ന് പറയുന്നത് ജൂലൈ മാസം 2023. ആ സമയത്ത് ഇവിടെ ജയറാം രമേശ് അടക്കമുള്ളവർ വളരെ ശക്തമായ രീതിയിൽ നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ അപലപിക്കുന്ന സമയമാണ്. ഇസ്ലാമിക രാജ്യങ്ങളുമായി ഇന്ത്യക്ക് എക്കാലത്തെയും മികച്ച ബന്ധമെന്ന് തരൂർ ഫെബ്രുവരി 2025 പറയുന്നു, ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ച് അയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതാ സാഹചര്യം എന്ന് ഓർമ്മയുണ്ടോ? കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. മോദി ട്രംപ് കൂടിക്കാഴ്ചയെപ്പറ്റി രാജ്യമെങ്ങും നമ്മളുടെ ഇന്ത്യക്കാരെ വിദേശത്തു നിന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് ശരിയല്ല എന്നുള്ള വലിയ ചർച്ച നടക്കുമ്പോഴാണ് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മോദിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. മോദിയുടെ സന്ദർശനത്തിലൂടെ ഉണ്ടാക്കിയ നേട്ടങ്ങളെ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലും വായടഞ്ഞു പോയില്ലേ? പുറത്തൊരു പ്രവർത്തക സമിതി അങ്ങ് പറഞ്ഞ് നേരെ സമീർ പാത്ര ട്വീറ്റ് ചെയ്യുന്നത്, നേരെ അപ്പുറത്തു നിന്ന് BJP നേതാക്കൾ എടുത്ത് കാണിക്കുന്നത് ശശി തരൂരിൻ്റെ ഈ വാക്കുകളാണ്. 2025 മാർച്ച് 19 മോദി യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് എന്ന് പറയുന്നു. അതോടുകൂടി ആരായി മോദി? റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ ഇടപെടുന്ന, ഒരുപക്ഷെ നോബൽ സമ്മാനത്തിന് പോലും, സമാധാനത്തിന് നോബൽ സമ്മാനത്തിന് പോലും അർഹരാണ് എന്ന് ധരിക്കാവുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ശശി തരൂരിൻ്റെ ഭാഗത്തുണ്ടാവുന്നത്? ഈ കോവിഡ് കാലത്ത് മഹാമാരിക്ക് മുന്നിൽ ലോകം വിറങ്ങലിച്ചപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിരോധം മികച്ചതായിരുന്നു. ഈ കോൺഗ്രസ് പ്രതിപക്ഷം ഈ സർക്കാരിനെ കോവിഡ് മിസ്മാനേജ്മെൻറ്റിൻ്റെ പേരിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രവർത്തക സമിതി അംഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പഹൽഗാമിൽ നമ്മളുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് രാജ്യത്തിനുള്ളിൽ പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്ന സമയത്ത് വരുന്നു അതേ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. കുറ്റമറ്റ ഇൻ്റലിജൻസ് സംവിധാനം ഏതെങ്കിലും രാജ്യത്തുണ്ടാകുമോ? പഹൽഗാമിലെ വീഴ്ച ഇപ്പോൾ ചർച്ചയാക്കേണ്ടതില്ല. അതായത് ഇനി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റിനാണല്ലോ ഇപ്പോൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. അമിത്ഷാ പറയുന്നു, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരെക്കുറിച്ച് ഇന്ത്യ ലജ്ജിക്കുന്ന ഒരു കാലം വരുമെന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ ഹിന്ദി ഒരു പ്രധാന ഭാഷയെ, രാഷ്ട്രഭാഷയെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ പ്രധാനമന്ത്രി വിദേശത്ത് പോയി ഹിന്ദിയിൽ സംസാരിക്കുന്നതിൽ ആത്മവിശ്വാസമുള്ളയാളാണ് എന്ന് പണ്ട് പറഞ്ഞ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്വീറ്റ് ചെയ്തതിൻ്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ് എന്താണോ നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് ആ പൊളിറ്റിക്കൽ ലൈനിൽ നേരെ ഘടകവിരുദ്ധമായ ലൈനെടുത്ത് പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണത്തിൻ്റെ മുനയെ തകർക്കുന്നയാളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശശി തരൂർ എന്ന് പറയുന്നത്. ഇങ്ങനൊരു നേതാവിനെയും കൊണ്ട് കോൺഗ്രസിന് എത്ര കാലത്ത് പോകാൻ കഴിയും എന്നുള്ളത് ഞാൻ സംശയിക്കുകയാണ്. ഇതിനകത്തൊരു ഇത്രയും ഞാൻ പറഞ്ഞത്, ഇത് നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ എന്തോ ഒരു താല്പര്യമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും.
നോക്കൂ, സത്യസന്ധമായ പുസ്തകങ്ങൾ എഴുതിയിരുന്നയാളാണ് ശശി തരൂർ. വളരെ കൃത്യമായി തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. കാറ്റിൽ ക്ലാസ്സൊക്കെ അറിയാമല്ലോ, ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്നത് അറിയാമല്ലോ. നെഹ്റുവിയൻ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന സമയത്തും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ ശശി തരൂർ. ആ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്ററിൽ 2016 സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് വളരെ വിമർശനത്തോടു കൂടിയാണ് ശശി തരൂർ കാണുന്നത്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് നരേന്ദ്രമോദി ഇത്തരം ലൈൻ ഓഫ് കൺട്രോൾ നടന്നുകൊണ്ടുള്ള ആക്രമണത്തെ രാഷ്ട്രീയമായ ചൂഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, രാഷ്ട്രീയ ചൂഷണം ചെയ്യുന്നുവെന്നാണ്. എന്നാൽ അതേ ശശി തരൂർ 2018 ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എഴുതിയ അതേ ശശി തരൂർ പിന്നീട് ഈ 2016 സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറയുന്നത് ഒരു മഹത്തരമായ കാര്യമായിട്ടാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ശശി തരൂരിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്? ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ലിബറൽ ഔട്ട്ലുക്കിൽ നിന്ന് വന്നതാണെന്ന് പറയാം. പക്ഷേ സ്വന്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിന് ഘടകവിരുദ്ധമായിട്ടല്ലേ ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? മാത്രമല്ല അദ്ദേഹം ഇത് മോദിക്കെതിരെ മാത്രമല്ലല്ലോ, കേരളത്തിലെ കോൺഗ്രസിനെ എത്ര തവണ വെട്ടിലാക്കിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ വെട്ടിലാക്കലല്ലോ നിലമ്പൂരിൽ നടന്നത്. അതിനു മുൻപ് തന്നെ ഇവിടെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മളുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദ നിക്ഷേപമല്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശശി തരൂരിൻ്റെ ലേഖനം വരുന്നത്. എന്താണ് ലേഖനത്തിൽ പറയുന്നത്? ആ ലേഖനത്തിൽ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഇഴയുന്ന കൊമ്പനിൽ നിന്ന് ഇണങ്ങുന്ന കടുവയായി മാറി കേരളത്തിൻ്റെ വ്യവസായ മേഖല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞതോടുകൂടി VD സതീശൻ്റെ ആഫീസ് കൂട്ടിയില്ലേ? നിങ്ങൾ കേരള ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ശശി തരൂരിൻ്റെ ബോംബിംഗ് വരുന്നത്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിൽ കേരളത്തിന് ഉന്നത റാങ്ക് കിട്ടിയിരിക്കുന്നത് വലിയ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന ശശി തരൂരിനെ കാണുന്നു. അപ്പോൾ കോൺഗ്രസ് കൊണ്ടുവരുന്ന ആശയങ്ങളെ അതിൻ്റെ മുനയൊടിക്കുന്ന ഒരാളായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇതെന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വിചാരിക്കുന്നത് ഇത് യാദൃച്ഛികമേ അല്ല എന്നുള്ളതാണ്. G23 കാര്യം നേരത്തെ പറഞ്ഞു. G23 കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു നവീകരണത്തിന് ശ്രമിച്ചാലാണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് G23 രൂപീകരിക്കുന്നതുവരെ കോൺഗ്രസിനെ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശക്തമായ വിഭാഗമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷേ കപിൽ സിബൽ എവിടെ പോയി? കപിൽ സിബൽ എവിടെ പോയി? പാർട്ടി വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? അന്ന് ആ G23 നിന്നിരുന്ന ആളുകൾ പല വഴിക്ക് സ്കാറ്റർഡായി പോകുന്നത് നമ്മൾ കണ്ടില്ലേ? ഗുലാം നബി ആസാദ് എവിടെ പോയി? ആ G23 ഉണ്ടായിരുന്ന എത്രയോ നേതാക്കൾ ആ G23 പിടിയിൽ നിന്ന് പോയി. അവരുടെ അവസ്ഥ എന്താ? ശശി തരൂർ മാത്രമല്ല അതിൽ പിടിച്ചു നിന്നത്. അതിൽ പിടിച്ചു നിന്ന കാര്യം എന്താ? അന്ന് ശശി തരൂർ AICCയുടെ പ്രസിഡന്റായിട്ട് മത്സരിക്കുമ്പോൾ 1000-ലധികം വോട്ട് കിട്ടി. ആ വോട്ട് കിട്ടുമ്പോൾ ശശി തരൂർ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. എന്നെ നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ശശി തരൂരിനെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തില്ലെങ്കിൽ എന്തായിരിക്കും വരാൻ പോകുന്ന വ്യാഖ്യാനം? മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരെ മത്സരിച്ച ശശി തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ വരുന്നത്. പക്ഷേ വർക്കിംഗ് കമ്മിറ്റിയിൽ വരുമ്പോൾ തന്നെ ശശി തരൂരിന് അറിയാമായിരുന്നു കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം, അല്ലെങ്കിൽ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു തിരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ ശശി തരൂരിന് ഇനി അത്തരം രാഷ്ട്രീയ അവസരങ്ങൾ വരാൻ സാധ്യത കുറവാണ് എന്ന് വ്യക്തമായിട്ടറിയാം. ആ സാധ്യതയുടെ തുറന്നാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ പോകുന്ന മിഷൻ ഉണ്ടല്ലോ, നേരത്തെ പോയി വെട്ടിലാക്കി. ശരി, പാർട്ടിയോട് ചോദിക്കാതെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പറഞ്ഞു. അതിന് കൊടുത്ത ന്യായീകരണം എന്ന് പറയുന്നത് രാജ്യത്ത് എന്നോട് ആവശ്യപ്പെട്ടാൽ രാജ്യത്തിന് വേണ്ടി ഒരു സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ പോയി എന്നുള്ള വ്യാഖ്യാനമാണ് നൽകിയത്. ഇപ്പോൾ റഷ്യ പോയിരിക്കുന്നത് എന്തിനാ? ഇപ്പോൾ റഷ്യയിലും UK-യിലും ഗ്രീസിലുമാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ പോയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇപ്പോൾ പോയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്നുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി അസീം മുനീർ അതിനിടയ്ക്കാണല്ലോ ഡൊണാൾഡ് ട്രംപിനെ കണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യയുമായിട്ട്, ഇന്ത്യയുമായിട്ട് സഹകരിച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ കുറച്ചുകൂടി ലൈസൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് പോകുന്ന പദവി അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇപ്പോൾ ലോക്സഭയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്യമത്തിനാണ് പോകുന്നത്. ആര് പറഞ്ഞിട്ട് പോകുന്നത് നരേന്ദ്രമോദി. ആരോട് പറഞ്ഞിട്ടാണ് പോകേണ്ടത്? പാർട്ടിയുടെ പ്രസിഡന്റിനോട്. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ആ സമയം ചോദിച്ചു. പാർട്ടി പ്രസിഡന്റിനോടും രാഹുൽ ഗാന്ധിയോടും ഇക്കാര്യം അറിയിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. എന്തിനേറെ മാധ്യമങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുന്നതൊരു സർക്കാരിൻ്റെ ഡെലിഗേഷനാണ് എന്ന് തുറന്നു പറഞ്ഞു പോലും അല്ല പോയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയും ഒരിക്കൽ കൂടി വെട്ടിലാക്കുന്നു. തുടരെയുള്ള ഈ നീക്കങ്ങൾക്ക് ഞാൻ 3 സാധ്യതകളാണ് കാണുന്നത്. ഒന്ന്, ഈ പാർട്ടി പുറത്താക്കുന്നതോടുകൂടി ശശി തരൂരിന് എങ്ങനെയാണോ നേരത്തെ മുരളി ദിയോറയ്ക്ക്, അതേപോലെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക്, ജിതിൻ പ്രസാദിന് ഒക്കെ കിട്ടിയിരിക്കുന്നത്, അതേപോലെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ലഭിക്കുന്ന ഒരു ഇരയുടെ പരിവേഷമുണ്ട്. ആ ഇരയുടെ പരിവേഷത്തിൽ ഇതാ പാർട്ടിക്കുള്ളിൽ ഒരു ഇൻ്റലക്ച്വലിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആ ഇൻ്റലക്ച്വലിനെ സത്യം തുറന്നു പറയുന്ന ഒരു നേതാവിനെ ഇതാ BJP സ്വീകരിക്കാൻ പോകുന്നു. BJP-യിലേക്കുള്ളൊരു റോയൽ എൻട്രിയാണ്.
പക്ഷേ പാർട്ടിയുടെ അവസാന നിമിഷം വരെയും ക്ഷമിച്ച് നമ്മൾ പറയില്ലേ, ഭൂമിയോളം ക്ഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒറ്റ പോയിന്റ് കൂടി പറയാം. അപ്പോൾ BJP-യിലേക്ക് പോവുക, അങ്ങനെ പോയാലുള്ള സാധ്യത എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യതയായിട്ട് കാണുന്നത് ഒരു പക്ഷേ വിദേശകാര്യ മിഷനുമായി ബന്ധപ്പെട്ട്, നയതന്ത്ര മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിൻ്റെ ഒരു പാനൽ ഉണ്ടാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദേശകാര്യ നയതന്ത്ര ബന്ധത്തിനുള്ള ഒരു സമിതി വരാൻ പോകുന്നു. ആ സമിതിയുടെ അധ്യക്ഷനായിട്ട് ഒരു പക്ഷേ BJP നിയോഗിക്കാൻ പോകുന്നത് ശശി തരൂരിനെ ആയിരിക്കും. സാധ്യത നമ്പർ 1. നമ്പർ 2 കുറച്ചുകൂടി വലുതാണ്. അതാണ് ജഗദീപ് ധൻഖർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പരിഗണിക്കാമെന്നുള്ളത്. നമ്പർ 3, ഗവർണർ പദവി കൊണ്ട് ഒതുങ്ങുന്ന ആളല്ല ശശി തരൂർ എന്നത് വളരെ വ്യക്തമാണ്. അതിനും അപ്പുറമുള്ളൊരു ലോകം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും മുന്നോട്ട് പോകുന്നത് അത്ര എളുപ്പമുള്ളൊരു സാഹചര്യമല്ല. ഞാൻ ഒരു ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. G23 കലാപത്തിനു ശേഷം, അല്ലെങ്കിൽ G23-യിലെ വിമത ശബ്ദത്തിനു ശേഷമുള്ള ശശി തരൂർ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസ് നേതാവായിട്ടല്ല ചിത്രീകരിക്കപ്പെടുന്നത്. അവസരങ്ങൾ നോക്കി പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. കോൺഗ്രസിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ. അതൊരു തന്ത്രം തന്നെയാണ്, അതൊരു രാഷ്ട്രീയ ഭാഗ്യാന്വേഷിയുടെ തന്ത്രമാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.